രോഹിത്തേട്ടാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇപ്പോൾ ഞാൻ രാഷ്ട്രീയം വിലയിരുത്താൻ തുടങ്ങി, രാഷ്ട്രീയം, ഗവൺമെന്റുകൾ ഇതൊക്കെ കാണാൻ തുടങ്ങിയ കാലം മുതൽ കണ്ട 3 മുഖ്യമന്ത്രിമാർ, ഒന്ന് VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, ഇപ്പോൾ VS അച്യുതാനന്ദൻ അല്ല, ഇപ്പോൾ നമ്മുടെ VD സതീശൻ, 4 മുഖ്യമന്ത്രി. അതെ, 4ആണ്, ശരിയാണ്. അപ്പോൾ ഇതിൽ ആരാണ് പ്രിയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടത് എന്ന് പറയാൻ 2-3 ആൾക്കാർ അതിൽ ഉണ്ടാകും. ഇപ്പോൾ രോഹിത്തേട്ടന്റെ അഭിപ്രായത്തിൽ ഇതിൽ ആരെയാണ് ഏറ്റവും നന്നായിട്ട് തോന്നുക, അല്ലെങ്കിൽ കണ്ടു പഠിക്കണം, ഇതാകണം മുഖ്യമന്ത്രി എന്ന് അഭിപ്രായം ആരെ കുറിച്ചാണ്? ഈ 4 മുഖ്യമന്ത്രിമാരിൽ ഇപ്പോ മേഘ പറയുന്ന കാലഘട്ടത്തിൽ, എന്റെ കാലഘട്ടത്തിലും 36 വയസ്സുള്ള എന്റെ കാലഘട്ടത്തിലും എനിക്ക് ഓർമ്മ വെച്ചുള്ള രാഷ്ട്രീയത്തെ സജീവമായി നോക്കി കാണാൻ തുടങ്ങിയ കാലം മുതൽ എനിക്ക് തോന്നുന്നു മേഘ ഒരു പ്രായപൂർത്തിയായതിനു ശേഷം VSന്റെ ഭരണകാലത്തെ കുറിച്ചുള്ള കേട്ടുകേൾവിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ സജീവമായ രാഷ്ട്രീയ ചിന്തകൾക്കിടെ ഉണ്ടാകാൻ വഴിയില്ല. എങ്കിൽ പോലും ഞാൻ പറയട്ടെ, VD സതീശൻ എന്ന വ്യക്തിയെ മുഖ്യമന്ത്രി എന്ന തലത്തിൽ വിലയിരുത്താനുള്ള സമയം ആകുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ മുഖ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഈ 4 പേരുകളെ നേതാക്കന്മാരാക്കി എടുത്ത് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തങ്ങൾ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനോപകാരപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിമാരെ വിലയിരുത്തുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചോയ്സ് നമ്പർ 1 ഉമ്മൻചാണ്ടി തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ VS അച്യുതാനന്ദനാണ്, പിന്നീട് ഈ പറയപ്പെടുന്ന VD സതീശനാണ്. അപ്പോൾ എന്തുകൊണ്ട് പിണറായി വിരുദ്ധതയല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പിണറായി വിരുദ്ധത പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് എന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്ന 2 പേരാണ് ഉമ്മൻചാണ്ടിയും ഈ പറയപ്പെടുന്ന VS അച്യുതാനന്ദൻ. അതെ, എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുമ്പോഴും VSനേക്കാൾ ഭേദമായിരുന്നു എന്നുള്ളതിനേക്കാൾ രണ്ടും 2 ധ്രുവങ്ങളായിരുന്നു, രണ്ടും ഒരുപോലെ മികച്ചതായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഞാൻ പറയട്ടെ, കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എപ്പോഴും കേരളം വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഒരു തവണ അവർ ഇടതുപക്ഷത്തിന് അവസരം കൊടുത്താൽ 2ാം തവണ വലതുപക്ഷത്തിന് അവസരം കൊടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ്. VS അച്യുതാനന്ദൻ്റെ ഭരണകാലം ഏറ്റവും മികച്ച ഭരണകാലങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കാലാനുസൃതമായ മാറ്റവും ടെക്നോളജിപരമായ കാലത്തിനൊത്തമുള്ള മാറ്റത്തിനുമൊപ്പം ആ സർക്കാരിന് സഞ്ചരിക്കാൻ സാധിച്ചിരുന്നോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായ രീതികൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഭരണരീതികൾക്കൊപ്പം തന്നെ ആധുനികവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടം കൂടി തുടങ്ങിക്കൊണ്ട് ബൃഹത്തായ പദ്ധതികൾ കൂടി രൂപീകരിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ ചേർത്ത് പിടിച്ച ജനപക്ഷ നിലപാടുകളെ ഒന്നുകൂടി രാഗി മിനുക്കിക്കൊണ്ട് അതിനൊപ്പം തന്നെ വികസനം എന്ന കാഴ്ചപ്പാട് കൂടി മുന്നോട്ട് പോയ ഒരു സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനോടുള്ള സ്നേഹം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അദ്ദേഹം ഈ നാടിന് സംഭാവന ചെയ്ത ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിൽ തെളിവുകളായി നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അതിൽ തന്നെ ഈ പറയപ്പെടുന്ന ജനങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ 2 മനുഷ്യർ മലയാളക്കര കണ്ട ഏറ്റവും മികച്ച നേതാക്കന്മാരായ ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ എന്നിവർ മരണപ്പെട്ടിട്ട് ഒരേ മാസം തന്നെയാണ് മരണപ്പെട്ടത്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത 3 വർഷവും VS അച്യുതാനന്ദൻ അല്ലാത്ത 1 വർഷവുമാണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം സംഭവിച്ചതെന്താണ്? കേരളത്തിൽ സംഭവിച്ചതാണ് മരണശേഷം ഉമ്മൻചാണ്ടി എന്ന വികാരം ജനമനസ്സുകളിൽ ആളിക്കത്തിയപ്പോൾ അത് VD സതീശൻ്റെ നേതൃത്വത്തിൽ 102 സീറ്റുകളുമായി വീണ്ടും UDFന്റെ തിരിച്ചുവരവിന് ഇടം കൊടുത്തു. VD സതീശൻ്റെ നിലപാടുകൾ, കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ വിരുദ്ധത എല്ലാം കൂടിച്ചേർന്നപ്പോൾ എന്തുണ്ടായി? പുതിയൊരു ഭരണമുന്നണിക്ക് ഇവിടെ മാറ്റം കുറിച്ചു. എന്നാൽ VS അച്യുതാനന്ദൻ മരിച്ച 1 വർഷങ്ങൾക്കപ്പുറവും VS അച്യുതാനന്ദൻ പറഞ്ഞ നയങ്ങൾ, പാർട്ടിക്കുള്ളിലെ തിരുത്തുകൾ ഇവയൊന്നും കേൾക്കാതെ മുന്നോട്ട് പോയൊരു പ്രസ്ഥാനം കേരള മണ്ണിൽ തകർന്നടിയുന്നൊരു കാഴ്ച കണ്ടു. അപ്പോൾ ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഈ 2 മഹാരഥന്മാർ ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അവരുടെ മരണശേഷം നടന്ന തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഉമ്മൻചാണ്ടി എന്നൊരു വികാരം ജനമനസ്സുകളിലെല്ലാം ആളിക്കത്തിയെങ്കിൽ അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വികാരവും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ മനസ്സിൽ ആളിക്കത്തിയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കണം. അല്ലെങ്കിൽ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നോ അമ്പലപ്പുഴ കണ്ട, കേരളക്കര കണ്ട ഏറ്റവും സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് G സുധാകരൻ എന്ന് പറയുന്ന സഖാവ് ഇടതുപാളയം വിട്ട് വലതുപാളയത്തിലെത്തി മത്സരിക്കുമെന്നും വലതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി നിയമസഭയിലേക്കെത്തി വലതുപക്ഷം ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ എന്ന് പറയുന്ന ആളുടെ പേര് മുന്നോട്ട് വെക്കുമ്പോൾ ആ വലതുപക്ഷത്തിന് വേണ്ടി ഒരു റിയൽ കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ?
അത് VSന്റെ മരണശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ VS ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ഈ മണ്ണിൽ നടപ്പാക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് തുടർഭരണമല്ല വേണ്ടത്. ഇടതുപക്ഷം പ്രതിപക്ഷത്തേക്ക് മാറേണ്ടിയിരിക്കുന്നു, തിരുത്തേണ്ടിയിരിക്കുന്നു, തിരുത്തൽവാദം തിരികെ കൊണ്ടുവരണം എന്ന ഒരൊറ്റ ചിന്ത സുധാകരനെ പോലെ, അല്ലെങ്കിൽ സഖാവ് കുഞ്ഞികൃഷ്ണനെ പോലെ, സഖാവ് ഗോവിന്ദനെ പോലെയുള്ളവരുടെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നോക്കൂ, ഇന്നത്തെ ഭരണപക്ഷ മുന്നണിയിലേക്ക് നോക്കൂ. എത്ര റിയൽ കമ്മ്യൂണിസ്റ്റുകളാണ്, എത്ര കോമ്രേഡുകളാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഗോവിന്ദൻ മാഷ്, MV ഗോവിന്ദൻ മാഷ് അല്ല കേട്ടോ, ഗോവിന്ദൻ മാഷ്, സഖാവ് കുഞ്ഞികൃഷ്ണൻ, സഖാവ് KK രമ, സഖാവ് ഷിബു ബേബി ജോൺ, ഈ പറയപ്പെടുന്ന സഖാവ് വിഷ്ണു വിജയൻ, സഖാവ് ഉല്ലാസ് കോവൂർ, എത്ര സഖാക്കന്മാർ, എത്ര ഇനി കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാധ്യനായ സഖാവ് CP ജോൺ, അങ്ങനെ എത്രയെത്ര സഖാക്കന്മാരാണ്. 7-8 സഖാക്കന്മാർ ഭരണപക്ഷ മുന്നണിയിൽ ഇരുന്നു കൊണ്ട് വലതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു 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 വലിയ പ്രസ്ഥാനം ഇവിടെ വന്നിരിക്കുന്നു. ഇനി അപ്പുറത്തേക്ക് മാറി ചിന്തിക്കൂ. ഇടതുപക്ഷത്ത് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ, ജനവിരുദ്ധരായ എത്ര പേരെയാണ് ജനം പരാജയപ്പെടുത്തി വിട്ടത്. VS അച്യുതാനന്ദൻ ഒരു മനുഷ്യായുസ് മുഴുവൻ കേസ് കൊടുത്ത് ജയിലിനുള്ളിലാക്കിയ, അഴിമതി കേസിൽ ജയിലിനുള്ളിലാക്കിയ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി, ആ പാർട്ടിക്ക് ബാലകൃഷ്ണപിള്ളയുടെ രക്തത്തിൽ പിറന്ന മകന് ഇടതുപക്ഷത്ത് സീറ്റ്. ഈ പറയപ്പെടുന്ന VS അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള KM മാണിയുടെ പാർട്ടി, KM മാണിയുടെ മകനും KM മാണിയുടെ മകൻ്റെ ശിങ്കിടികൾക്കും സീറ്റ് പരാജയപ്പെടുത്തി കയറ്റിവിട്ടില്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു ഭരണകൂടം എന്ന് പറയുന്നത് ജനങ്ങൾക്കൊപ്പമായിരിക്കും, ഒരു പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങൾക്കൊപ്പമായിരിക്കണം. പിണറായി വിജയൻ സർക്കാരിൻ്റെ 5 വർഷങ്ങൾക്ക് ഇപ്പുറം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അത് മറന്നു. VS അച്യുതാനന്ദൻ പാർട്ടിക്കകത്തിരുന്നപ്പോൾ VS പക്ഷം എന്നൊരു പക്ഷമുണ്ടായത് എങ്ങനെയാണ്? പാർട്ടിക്കുള്ളിലെ നെറുകേടുകളെ ചൂണ്ടിക്കാണിക്കുന്നവരാരോ അവർ VS പക്ഷം. VS പക്ഷത്തുണ്ടായിരുന്ന ഏറ്റവും മികച്ചൊരു നേതാവുണ്ടായിരുന്നു. ഒഞ്ചിയത്തിൻ്റെ മണ്ണിൽ ജീവൻ ബലിയർപ്പിച്ച, അല്ല, അതേ ഇടതുപക്ഷം കൊന്നു തള്ളിയ TP ചന്ദ്രശേഖരനെ പോലെയുള്ള സഖാക്കന്മാർ ശക്തമായി VS പക്ഷത്തിനൊപ്പം നിന്നു, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾക്കൊപ്പം നിന്നു. ഈ നാടിൻ്റെ ഇന്ന് കാണുന്ന വികസനത്തിനും സമാധാനത്തിനുമൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സംഭാവനയെ തള്ളിക്കളയാൻ സാധിക്കില്ല. ജന്മിത്തം അല്ലെങ്കിൽ അടിമത്തം, ജാതി വിവേചനം ഒക്കെ കൊടികുത്തി വാണൊരു മണ്ണിൽ ഇതിനൊക്കെ നട്ടെല്ലുറപ്പിച്ചു നിന്ന് ചെങ്കൊടി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരിൽ 100 വർഷക്കാലങ്ങൾ ജീവിച്ചിരുന്നൊരു മനുഷ്യൻ VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് അറിയാം ജനങ്ങളുടെ പൾസ് എന്താണെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ VS അച്യുതാനന്ദനെയും VD സതീശനെയും ഒരേ തുലാസിൽ തൂക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ജനപ്രതിനിധികൾ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. രണ്ടുപേരുടെയും കുടുംബ പശ്ചാത്തലം, സാമ്പത്തിക പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷെ നോക്കൂ, VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാരാലിക്കുളത്ത് മത്സരിക്കുന്നു. അദ്ദേഹത്തിന് പരാജയം നുണയേണ്ടി വന്നു. പകരം മറ്റൊരു മുഖ്യമന്ത്രി വരുന്നു. പിന്നീട് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളും അല്ലാത്തവരും തെരുവുകളിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. VD സതീശന് സംഭവിച്ചത് എന്താണ്? VD സതീശൻ ആദ്യം പരവൂരിൽ മത്സരത്തിന് പോകുന്നു. പരവൂരിൽ മത്സരത്തിന് പോകുന്ന VD സതീശനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പരാജയം. പിന്നീട് 5 വർഷക്കാലം അവിടെ നിന്ന് ജയിച്ച് 25 വർഷക്കാലം നിയമസഭാ സാമാജികനായിരുന്നിട്ടും കൈവെള്ളയിൽ വന്നു ചേർന്ന മന്ത്രിസ്ഥാനം അവസാന നിമിഷം നിഷേധിക്കപ്പെടുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൽ. അദ്ദേഹം സ്പീക്കറാകുമെന്ന് കരുതി. സ്പീക്കറാകാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ നേതാവിനോട് മുഖത്ത് നോക്കി അദ്ദേഹം പറയുന്നു. എന്താ കാരണം? VD സതീശനെ പലർക്കും അത്ര ഇഷ്ടമായിരുന്നില്ല അന്ന്. കാരണം എന്താ? സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുമായിരുന്നു VD സതീശൻ. VS ചെയ്തത് തന്നെയാണ്. സ്വന്തം പ്രസ്ഥാനം ജനങ്ങൾക്കൊപ്പമായിരിക്കണം, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ കണ്ടാൽ പരസ്യമായി പ്രതികരിക്കുമായിരുന്നു. പക്ഷേ ഇത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ KSUക്കാർ ചെയ്യുമ്പോൾ ആളുകൾ കളിയാക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് VD സതീശൻ്റെ പാതയിലൂടെയുള്ള സഞ്ചാരമാണെന്ന് അവർ പറയുകയാണ്. VD സതീശൻ അത് കേൾക്കാൻ തയ്യാറാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KSU നേതാക്കന്മാരെ വിളിച്ചെടുത്ത് സംസാരിക്കുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പല പരിമിതികളുണ്ടായേക്കാം. എങ്കിലും ഞാൻ പറയുകയാണ്, അവസാനം VD സതീശന് മുഖ്യമന്ത്രിയാകാതൊരു സാഹചര്യം ഉണ്ടാകുന്നു. VD സതീശൻ്റെ നേതൃത്വത്തിൽ അയാളുടെ ദീർഘവീക്ഷണത്തിൽ 102 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തിയൊരു സർക്കാർ ഭരണത്തിലേക്ക് എത്തുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാകേണ്ട മറ്റു ചില പേരുകൾ ഉയർന്നു കേൾക്കുന്നു. പക്ഷേ ഈ നാട്ടിൽ, കേരള മണ്ണിൽ 2 പേരെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുള്ളത്. ഒന്നൊരാളെ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് മുഖ്യമന്ത്രിയാക്കിയെങ്കിൽ മറ്റൊരാൾ ജയിച്ചു വന്ന ഒരാളെ, വിജയിച്ച ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി.
അവസാനം അത് പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. അതാണ് ഞാൻ പറയുന്നത്, വി എസ് അച്യുതാനന്ദനെയും വി ഡി സതീശനെയും ഞാൻ ഒരേ തുലാസിൽ തൂക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. പിണറായി വിജയന് സംഭവിച്ച പിഴവെന്താ? ജനങ്ങളെ മറന്നു, സാധാരണക്കാരെ മറന്നു. ഭരണം ലഭിച്ച 5 വർഷക്കാലങ്ങൾ ഒരുവിധം വലിയ കുഴപ്പങ്ങളില്ലാതെ ഭരിച്ചെങ്കിലും പ്രകൃതിയും പ്രപഞ്ചവും പോലും നമ്മുടെ നാടിന്, ദൈവത്തിൻ്റെ സ്വന്തം നാടിന് ശത്രുക്കളായി വന്നു. അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദനെ വെട്ടി ഒതുക്കി എന്നുള്ളൊരു കഥയും ഇതിന് പിന്നിലുണ്ട്. പിണറായി വിജയനെതിരെയുള്ള ഹെയ്റ്റിന്റെ ഒരു സംഭവം, അദ്ദേഹത്തിനെതിരെയുള്ള ഹെയ്റ്റിന്റെ ഒരു ബേസ് അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും അല്ല. അദ്ദേഹത്തിനെതിരെയുള്ള ഹെയ്റ്റ്, ഞാൻ പറയും, രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തൊക്കെ നെഗറ്റീവുകൾ ഉണ്ടായാലും അധികാരത്തിലെത്തി കുറച്ചു കാലം നല്ല രീതിയിൽ ഭരിച്ചാൽ ജനങ്ങൾ അവർക്കൊപ്പം നിൽക്കും. അതിൻ്റെ ആര് തന്നെ ആയാലും അയാൾ നല്ല, ഇപ്പം ഞാൻ പറയും, കെ ബി ഗണേഷ് കുമാറിനെ പറ്റി ഒരു കൂട്ടം ആളുകൾ പറയുന്നത് എന്താണ്, അയാൾ നല്ല മന്ത്രിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അയാളുടെ പൊതുജീവിതം, വ്യക്തിജീവിതം എത്ര മോശമാണെങ്കിലും ഭരണത്തിൽ അല്പം മികവ് കാണിച്ചാൽ, അല്പം ഗിമിക്കുകൾ കാണിച്ചാൽ ജനമനസ്സുകളിൽ ഇടം നേടാൻ സാധിക്കും. പക്ഷെ അത് ഒരുപാട് കാലം നീണ്ടു നിർത്താൻ പറ്റില്ല. എപ്പോഴെങ്കിലും സ്വന്തം സ്വഭാവം എടുത്ത് പുറത്തിടും. ഇത് തന്നെയാണ് പിണറായി വിജയന് സാധിച്ചത്. 5 വർഷക്കാലങ്ങൾ പ്രകൃതിയും പ്രപഞ്ചവും ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ നിന്നപ്പോൾ ഞങ്ങൾക്കൊരു നാഥനുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കിക്കാൻ പിണറായി വിജയനെ കൊണ്ട് സാധിച്ചു. 5 വർഷങ്ങൾക്കപ്പുറം അത്തരം പ്രശ്നങ്ങളൊന്നും വരാതെ നേരെ ചൊവ്വെ ഭരിക്കേണ്ടുന്ന കാലഘട്ടത്ത് സ്വജനപക്ഷപാതവും അഴിമതിക്ക് കുടപിടിക്കലും സാധാരണക്കാരെ മറന്നുകൊണ്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയുള്ള ഭരണവും പിണറായി വിജയൻ സർക്കാരിനെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. 10 വർഷങ്ങൾക്കിപ്പുറം നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടും അവർക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം 35. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ സി പി എം എന്ന പ്രസ്ഥാനം പിറന്നു വീണ മണ്ണിൽ ഇത്രയും വലിയൊരു അടി അവർക്ക് കിട്ടാനുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വി എസ് അച്യുതാനന്ദൻ്റെ ഈ ഓർമ്മ ദിനം. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശനെയും വി എസ് അച്യുതാനന്ദനെയും ഒരേ തുലാസിൽ തൂക്കാൻ പറ്റുന്ന 2 പേരാണ് എന്ന് ഞാൻ പറയുന്നത്. ഉമ്മൻചാണ്ടി മരണപ്പെട്ടിട്ട് 3 വർഷങ്ങൾ, വി എസ് അച്യുതാനന്ദനില്ലാത്ത ഒരു വർഷങ്ങൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ മഹാനഷ്ടങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഭൗതികമായി മാത്രമാണ് അവർ ഈ മണ്ണിൽ നിന്ന് പോയിരുന്നത്. അവരിവിടെ ഉയർത്തിക്കാട്ടിയ മുദ്രാവാക്യങ്ങൾ, ഉറക്കെ വിളിച്ച മുദ്രാവാക്യങ്ങൾ, ഉയർത്തിക്കാട്ടിയ ആദർശങ്ങൾ ഒക്കെ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഒരു തീയായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 102 സീറ്റുകൾ യു ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെയും വി എസ് അച്യുതാനന്ദൻ്റെയും ഓർമ്മകളിൽ നിന്ന് കിട്ടിയ വോട്ടുകൾ കൂടിയാണ് എന്ന് നമ്മൾ ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്.